വല്യേട്ടാ, നമ്മുടെ വല്യച്ഛനെ കണ്ടിട്ടല്ലേ ഇനി നമ്മളപ്പുറത്തോട്ട് പോവുള്ളൂ. നമ്മുടെ വല്യച്ഛനെ അല്ല, വല്യച്ഛനെ ഇനിയിപ്പോ ഈ ഇതില് കാണേണ്ട കാര്യമുണ്ടോ? അല്ലല്ല, വല്യച്ഛനെ കാണണം. വല്യച്ഛനെ എത്ര നാളായി വല്യേട്ടൻ കണ്ടിട്ട്? അല്ലാന്ന് ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ ഒരു യാത്രയിൽ ഇനിയിപ്പോ വല്യച്ഛനെ കണ്ട് അതിന്റെ ഇടയിൽ കൂടെ എല്ലാ കാര്യം കൂടി നടക്കുവോ? അല്ല, കുടുംബത്തിലെ തലമൂത്ത വല്യച്ഛനെ കണ്ടിട്ട് മതി ബാക്കി കാര്യം. അല്ലേ വല്യേട്ടാ? കാണണം. വല്യച്ഛന്റെ സ്ഥിരം പണിക്കാരനാണല്ലോ. അതെ, ഞാനിവിടെ അല്ലെന്ന് പറയണേ. മുതലാളി ഇവിടെ ഇല്ല, പുറത്തു പോയേക്കുവാ. ഞങ്ങളിന്ന് വരുമെന്ന് പറഞ്ഞല്ലോ. വന്നാൽ തരാൻ പറഞ്ഞു. എവിടെ പോണത് കഴുതേ? നമുക്ക് വല്യച്ഛന്റെ വീട്ടിൽ പോണ്ടേ? പോവണ്ട. എടാ, വല്യച്ഛനെ കഴിഞ്ഞ ദിവസം നമ്മൾ വിളിച്ചപ്പോ വല്യച്ഛൻ എന്താ പറഞ്ഞത്? എടാ, നിങ്ങളൊക്കെ കൂടിയല്ലേ എന്നെ അവിടുന്ന് പുകച്ച് പുറത്ത് ചാടിച്ചത്. ഇനി അനുഭവിച്ചോ. ആ കുടുംബത്തിന്റെ ഒരു കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. വിളിച്ച മുട്ടുംകാലി ഞാൻ തല്ലി മുറിക്കുമെന്ന് വരെ പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ? പിന്നെ അത് ചോദിച്ചോ നമ്മൾ തന്നെ അങ്ങോട്ട് കയറി ചെന്നാലെങ്ങനെ? ഇവിടെ നിന്നാ മതി. എടാ, അയാളുടെ ബലത്തിലാ വല്യച്ഛൻ ഇവിടെ നിൽക്കുന്നത്. അയാള് നിൽക്കുന്നത് ആ വടിയുടെ ബലത്തിലും. വടി പോയാൽ അയാൾ വടിയാവും. എന്താടാ വായിക്കാത്ത? അത് വല്യേട്ടാ, ചെറിയ കുഴപ്പമുണ്ട്. എന്താ മലയാളം അല്ലേ അത്? മലയാളം തന്നെ, എന്തായാലും ചെറിയ. വായിക്കടാ. സുഗത, അല്ല, ഇതിനകത്ത് എഴുതിക്കുന്നതാണ്. നിന്റെ അച്ഛൻ ഓടുപുരയ്ക്കൽ സത്യശീലൻ തറവാട് നോക്കിയിരുന്ന കാലത്ത് എൻ്റെ കാര്യവും എന്നോട് ചോദിച്ചിട്ടേ ചെയ്യുമായിരുന്നുള്ളൂ. എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി എന്നെ എപ്പോഴും സഹായിക്കുമായിരുന്നു. എന്നാൽ നീ ആ തറവാട് ഭരണം ഏറ്റെടുത്ത ശേഷം എന്തെങ്കിലും സഹായം തരികയോ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ നീ ഈ കുടുംബങ്ങളെ ഒന്നിപ്പിക്കാനെന്ന് പറഞ്ഞ പേരിൽ നടത്തുന്ന ഈ യാത്രയ്ക്ക് വേണ്ടി ദൂർത്തടിക്കുന്ന പൈസ കുടുംബത്തിലെ പാവങ്ങളെ സഹായിച്ചിരുന്നെങ്കിൽ അതിനൊരു അർത്ഥമുണ്ടായിരുന്നേനെ. ഇപ്പൊ നീ നടത്തുന്നത് വെറും ഉടായിപ്പല്ലേടാ സുഗത. ഇതിലുള്ളതാണ്. ഈ കത്ത് വായിച്ച് തീർന്നാൽ അപ്പം സ്ഥലം വിട്ടോളണം. ഇല്ലെങ്കിൽ നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ആളിനെയാണ് ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത്. പോവാ, എല്ലാവരും കയറിക്കോ, പെട്ടെന്ന് കയറിക്കോട്ടാ വണ്ടി. കയറിക്കോ. കാര്യം പിന്നെ പറയാം. കേറി, കുഴപ്പമാണ് ഇവിടെ, കുഴപ്പമാണ്. കയറിക്കോ. വണ്ടി വിട്ടോ. ഡോറടയ്ക്ക്. വലിയേട്ടാ, നാളെ നമുക്ക് എറണാകുളത്താണ്. അപ്പൊ ഇന്നത്തെ പോലെ പോരെ, നമ്മളെല്ലാരും കൂടെ കുറച്ചുകൂടെ ശുഷ്കാന്തിയോടുകൂടെ. നമ്മുടെ ബന്ധുക്കളെല്ലാം ഉള്ളത് എറണാകുളത്താണ്. അപ്പൊ പിന്നെ എറണാകുളം എന്തായാലും കുളമാവും. നാളെ ശീതളം വരണ്ട. ശീതളം വന്നാൽ കൊക്കുളമാവും. ഈ കാലത്തെയും ഉച്ചക്കരെയും ഭക്ഷണം വൈകിച്ചതുപോലെ ഡിന്നർ വൈകിക്കരുത്. അതെങ്കിലും ഒരു 7 മണിക്ക് മേടിച്ച് തരണം. പിന്നെ നല്ല ഭക്ഷണമായിരുന്നു, അത് വേണമല്ലോ പറയാം. അതുപോലത്തെ ഭക്ഷണം തന്നെ ആയിക്കോ. വലിയ ആശ്വാസം. അതിനെങ്കിലും കുറ്റം പറഞ്ഞില്ലല്ലോ. ഭക്ഷണം കൊള്ളാന്ന് പറഞ്ഞു. അതിന് ഭക്ഷണം നിങ്ങളുടെ അല്ലല്ലോ, അത് അവരുണ്ടാക്കിയത്. 7 മണിയാകുമ്പോഴേക്കും ഭക്ഷണം റെഡിയാക്കണം. ഗുഡ് ഈവനിങ് സാർ. വെൽക്കം ടു ചീനോല. സാർ, എന്താണ് കഴിക്കാൻ വേണ്ടത്? എന്താ വേണ്ടിച്ച എല്ലാരും പറഞ്ഞോട്ടെ. ചിക്കൻ കൊണ്ടാട്ടം, ആട്ട പൊറോട്ട, ഒരു മട്ടൻ ഫ്രൈ, ഒരു ഫ്രഷ് ഗ്രേപ്പ് ജ്യൂസ്. ഹവായി ഉണ്ടോ? ഷവായി ആണോ സാർ ഉദ്ദേശിച്ചത്? ഇവിടെ എങ്ങനെയാണോ പറയാറ്? ഷവായി അങ്ങനെ പറഞ്ഞ കാര്യം നാക്കി അതും കൂടി തെറ്റി. 5 പൊറോട്ട, 5 പൊറോട്ട, ഒരു കിച്ചൺ ഫ്രൈ, ചിക്കൻ ഫ്രൈ, പിന്നെ ഒരു ആൽഫ്രഡ് അത് ഫുൾ ആയിക്കോട്ടെ. അൽഫാമാ. അല്ല, എനക്കൊറ്റ മന്തി. ഓക്കെ. പാൽക്കപ്പ, ബീഫ് റോസ്റ്റ്, ചിക്കൻ 65, ചിക്കൻ ഉലത്തിയത്,
ചിക്കൻ ഒലത്തിയത്, നിനക്ക് ഇഷ്ടപ്പെട്ട ബീഫ് ഉണ്ട് അതും പറഞ്ഞു. ബീഫ് കുരുമുളക് ഇട്ടത്. ബീഫ് കുരുമുളക്, പെപ്പർ ബീഫ്. അല്ല നീയും ഒരു 65 പറഞ്ഞില്ലേ? ആ നീയും പറഞ്ഞില്ലേ? അപ്പൊ 140 പറഞ്ഞാ പോരെ രണ്ടാൾക്കും? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. പിന്നെ മോന് വേറെ എന്താ വേണ്ട? ഇഷ്ടമുള്ള ഐസ്ക്രീം വേണ്ടേ? ഐസ്ക്രീം, ജ്യൂസ്. ചിക്കന്റെ കാല്, ചിക്കന്റെ കാല് 2 ഫ്രൈ. ഏത് ജ്യൂസാണ് വേണ്ടത്? ഗ്രേപ്പ് ജ്യൂസ്. ഗ്രേപ്പ് ജ്യൂസ് മതി. ഓക്കെ, എനിക്ക് 3 പൊറോട്ട, 3 പൊറോട്ട, റോസ്റ്റ്, ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം, ഒരു കടായി ചിക്കൻ കൂടെ ആയിക്കോട്ടെ. ഒരു മൊജീത്തോ കൂടി. മോജിറ്റോ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഇഡ്ഡലി ഉണ്ടാവോ? സർ ഇഡ്ഡലി നാളെ രാവിലെയാണ്. രാവിലെ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ ചോറ് ബാക്കിയായിട്ട് നാളെ പുളിക്കണം. ഇപ്പൊ ഇഡ്ഡലി ഇല്ലല്ലോ. ഇല്ല, ആ, നന്നായി. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ അതൊന്നും ഇഡ്ഡലി ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കൊരു 3 വീറ്റ് പൊറോട്ട, 3 വീറ്റ് പൊറോട്ട, ഒരു മട്ടൻ ചാപ്സ്, ഒരു മട്ടൻ ചാപ്സ്, പിന്നെ ഈ ചിക്കൻ കുഞ്ഞായിട്ട് നുറുക്കിയിട്ട് 65. 65. അത് എല്ലില്ലാത്ത മതി. ബോൺലെസ്. അതെ അതെ. അല്ലെങ്കിലും എല്ലില്ല നട്ടിലില്ലാത്ത ആൾക്കാരാ. പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ്, pineapple juice. ഐസ് ആൻഡ് ഷുഗർ. sure, sir, അത് മതി. തൽക്കാലം അത് മതി. തൽക്കാലം അത്. സാറിന് എന്താണ് സാർ വേണ്ടത്? ഒന്നും പറഞ്ഞില്ല സാർ. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം. ബോളറാം ഗ്ലാസ് ദേനാ. ഹലോ, ഈ സർവ്വസാധാരണ ഇങ്ങനത്തെ ഭക്ഷണങ്ങളല്ലാതെ എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടോ? സാർ എന്താണ് സാർ ഉദ്ദേശിച്ചത്? അതായത് മയിലുണ്ടോ? മയിലില്ല സാർ. ഇല്ല. മുയലോ? മൊയിലില്ല. ഇല്ല സാർ. മാൻ? മാനില്ല സാർ. ഇല്ല അല്ലേ? ശീതളേട്ടാ, നമ്മൾ വന്നിരിക്കുന്നത് കാഴ്ച ബംഗ്ലാവിലല്ല, റെസ്റ്റോറന്റിലാണ്. എന്നാ പിന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും വേണ്ട. ഒരു മട്ടൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഒരു അൽഫാം, ഒരാൽഫ, ഒരു ഷവർമ, ഒരു ഗ്രീൻ സാലഡ്, ഒരു ഗ്രീൻ സാലഡ്. അല്ല പിന്നെ ഇനി ബാക്കി ആർക്കെങ്കിലും ഉണ്ട്, കഴിച്ചതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് ആരിയിലൊക്കെ കഴിക്കണ്ടേ? അപ്പൊ ഞാൻ എടുത്തോളാം. ഓക്കെ, താങ്ക് യു സാർ. സാറ് മാത്രമൊന്നും പറഞ്ഞില്ല. വലിയേട്ടനൊരു ചപ്പാത്തിയും കുറുമക്കറിയും മതി. ചപ്പാത്തിയും കുറുമക്കറി. ഓക്കെ, താങ്ക് യു സാർ. പിന്നെ സൂപ്പ് ഉണ്ടെങ്കിൽ സൂപ്പ് എല്ലാവർക്കും ഓരോ സൂപ്പ്. ഓ ഷുവർ സാർ, സൂപ്പ് ഉണ്ട്. സ്റ്റാർട്ട്. എങ്ങനെ വെജിറ്റബിൾ വേണോ മട്ടൻ വേണോ? ചിക്കൻ സൂപ്പ് മതി അല്ലേ? ചിക്കൻ സൂപ്പ്. എല്ലാവർക്കും ചിക്കൻ സൂപ്പ്. എനിക്ക് മട്ടൻ വേണം, മട്ടൻ സൂപ്പ് വേണം. പെട്ടെന്ന് തരണേ. ഓ ഷുവർ ഷുവർ. എല്ലാരും നല്ല വിശന്നിരിക്കുക. അയ്യോ, ഇങ്ങനെയുള്ള സ്ഥലത്തെ നന്നായി വിശന്ന് കാണുമ്പോഴേ ഭക്ഷണം തരുള്ളൂ. അപ്പോഴേ മുഴുവനും കഴിക്കും, അതെ. വേസ്റ്റ് ആക്കും. എന്നാ തുടങ്ങാം. പ്ലേറ്റ് പിടിച്ചോ, പ്ലേറ്റ് പിടിച്ചോ. പ്ലേറ്റ് എല്ലാവർക്കും. മഞ്ജു, ആ ബീഫ് ഒന്നും ബീഫ് എവിടെ തുടങ്ങട്ടെന്ന് കൺഫ്യൂഷൻ ആയിരിക്കാണല്ലോ. പിന്നെ കുഴപ്പമില്ല, ഇങ്ങോട്ട് തന്നോ. സാലഡും കൂടെ ഇങ്ങോട്ട് തരണം. വെള്ളം എടുത്ത് കൊടുക്ക് ചങ്കിരി. എല്ലാവരും കഴിച്ചു കേട്ടോ. ഇതേ കൊടുങ്ങണ്ട്. വെള്ളം ഇവിടെ കൊടുക്കും. പൈപ്പ് ബ്ലോക്ക് ആയിട്ട്. നമ്മുടെ തറവാട്ടിലാരും ഈ വക തീറ്റ തിന്നുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇക്കൂട്ടത്തിലുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞിരുന്നൊരു പേരുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് 12 കൂട്ടം, ഉച്ചാമ്പളത്തെ കാര്യം പിന്നെ പറയണ്ട, രാത്രി ഈ വക സാധനങ്ങൾ. തറവാട്ടിലുള്ള ആളുകൾ തന്നെ ഇതൊക്കെ അറിയും. മറിമായം